ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തിപ്പെട്ടതോടെ അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കാതെ പോലീസ്. ജിഷയുടെ സുഹൃത്തിനെയും ബന്ധുവിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിലും ഇവർ പ്രതികളാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതി ഉടൻ പിടിയിലാകുമെന്ന് പറഞ്ഞാണ് ആഭ്യന്തരമന്ത്രിയും ഐജിയും തടിതപ്പുന്നത്. 28-ാം തീയതി ജിഷ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം 4 ദിവസം അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഇന്നലെ മാധ്യമങ്ങളിലൂടെ ജിഷ അനുഭവിക്കേണ്ടി വന്ന പീഡനം പുറംലോകമറിഞ്ഞതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. എന്നാൽ പ്രതികളെക്കുറിച്ച് കൃത്യമായ നിഗമനത്തിലെത്തിച്ചേരാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിൽ ഒരുപാട് പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, കുറേ വിവരങ്ങൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. 29-ാം തീയതി തന്നെ ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലം സന്ദർശിക്കുകയും അവിടുന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എവിഡൻസ് ഗാദറിംഗ് ചെയ്തിട്ടുണ്ട്. ജിഷയുടെ സുഹൃത്തിനെയും അയൽവാസിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും പ്രതിയെ പിടികൂടാൻ ഇനിയും കുറഞ്ഞത് 3 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കൊച്ചി റേഞ്ച് ഐജി മഹിപാൽ യാദവിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. We have enlisted the suspects. We are in the process of verification. Because nobody has seen the face of the accused. Now there are certain eyewitnesses who have heard the commotion, but they are giving very vague features. So we are in the process of identification of accused. പ്രതിയെ പിടികൂടാൻ പോലീസിന് സമയം നൽകണമെന്നും വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അതേസമയം പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതുവരെ ആരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഏതായാലും മുഖ്യമായ വിഷയം ഇപ്പോൾ ഇതിന്റെ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രതിയെ കണ്ടെത്തുക തന്നെ ചെയ്യും. ക്രൂര കൊലപാതകം നടന്നിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതിയെ പിടികൂടാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. നിയമവിദ്യാർത്ഥിനി ജിഷയെ ക്രൂരമായി കൊല ചെയ്ത പ്രതിയെ പിടികൂടാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. എന്നാൽ പ്രതി ഉടൻ പിടിയിലാവുമെന്ന് വീരവാദം മുഴക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ് കൊച്ചി റേഞ്ച് ഐജി അടക്കമുള്ളവർ. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.